പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യം തന്നെ ദൈവം മനുഷ്യന്റെ മുമ്പിൽ ഒരു വെല്ലുവിളി വച്ചിരിക്കുകയാണ്. 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ദൈവം മനുഷ്യനോട് പറഞ്ഞു, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഇപ്രകാരം പാപത്തെ കീഴടക്കാനുള്ള ഒരു ആഹ്വാനം തുടക്കം മുതലേ ദൈവം മനുഷ്യന്റെ മുൻപിൽ വയ്ക്കുന്നുണ്ട്. ആ കീഴടക്കുവാനുള്ള ശക്തി തരുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. എത്രമാത്രം പാപം ചെയ്യുവാൻ സാധ്യതയുള്ള ഒരു ചായ്വ് മനുഷ്യനിലുണ്ടോ, അതിനേക്കാൾ ഉപരിയായി അതിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള ദൈവത്തിന്റെ കൃപയും ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ആരാണ് പാപി? പാപം ചെയ്യുന്നവൻ പാപിയല്ല, മറിച്ച് ആ പാപത്തിൽ ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ പാപി. ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം പലപ്പോഴും അറിയാതെ പാപം ചെയ്തു പോകാറുണ്ട്. പെട്ടെന്ന് സാഹചര്യത്തിന്റെ പേരില് പാപം ചെയ്യുന്നവരുണ്ട്. എന്നാൽ ബോധപൂർവം പാപം ചെയ്തുകൊണ്ട് തന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവകൃപയെ മനഃപൂർവ്വം നശിപ്പിച്ചു കളയുന്നവരുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ പാപി എന്ന് വിളിക്കുവാൻ സാധിക്കുന്നവർ. കർത്താവ് സകല പാപങ്ങളും മോചിപ്പിച്ചു എന്ന് നാം അറിയണം. പലപ്പോഴും ഈ ദൈവകൃപയെ നിരസിക്കുമ്പോൾ പാപത്തിൽ നാം മുഴുകി ആ ദൈവമഹത്വത്തിൽ നിന്ന് അകന്നുകൊണ്ട് നിത്യനരകത്തിന് ഇരയായി തീരുകയാണ് ചെയ്യുന്നത്. ഒരു കഥ ഇപ്രകാരമാണ്. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഉല്ലാസ ജീവിതം നയിച്ച് മുൻപോട്ട് പോവുകയാണ്. പലവിധ പാപങ്ങളിൽ മുഴുകി അനേകം പേർ അവനോട് പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ നിന്റെ ആത്മാവ് നഷ്ടപ്പെടും, നീ മടങ്ങി വരണം, തിരിച്ചു വരണം. അപ്പോഴൊക്കെ പിശാച് അവനോട് പറയും, ഇനിയും സമയമുണ്ട്, അനുതപിക്കാൻ സമയം ഞാൻ നിനക്ക് തരാം. നീ മരിക്കുന്നതിന് മുൻപ് 1 മാസം മുമ്പേ അനുതപിക്കാൻ ഉള്ള സമയം ഞാൻ നിനക്ക് തരാം. ഇപ്പോൾ നീ ആഹ്ലാദിച്ച് ഈ ലോകത്തിന്റെ സുഖലോലുപതയിൽ ജീവിക്കേ. അങ്ങനെ ആ മനുഷ്യൻ തന്റെ ജീവിതം തുടർന്നു. പാപകരമായ ജീവിത സാഹചര്യങ്ങൾ അവസാനം അവന്റെ മരണത്തിന്റെ 1 മാസം മുൻപ് പിശാച് അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ദേ, നീ മരിക്കാൻ പോകുന്നു, പെട്ടെന്ന് അനുതപിച്ചു തുടങ്ങിക്കോ. ആ മനുഷ്യന് ഭയമായി. താൻ മരിക്കാൻ പോവുകയാണ്, എന്നാൽ ഇനി അനുതപിച്ചേക്കാം എന്ന് കരുതി അവൻ അനുതപിക്കാൻ പരിശ്രമിച്ചിട്ടും അവന് അനുതാപം വരുന്നില്ല. അങ്ങനെ മരിക്കുന്നതിന്റെ തലേ ദിവസമായിട്ടും ഒരു അനുതാപവും വരുന്നില്ല. അപ്പോൾ പിശാചു പറഞ്ഞു, നാളെ നീ മരിക്കും, എത്രയും പെട്ടെന്ന് അനുതപിക്കുക. പക്ഷേ ഇവന്റെ ഹൃദയം കഠിനമായി പോയിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ഒരു അനുതാപത്തിന്റെ കണ്ണീർ പോലും വരാതെ ഈ ലോകത്തിൽ നിന്ന് നിത്യനരകത്തിലേക്ക് യാത്രയായി. ഇത് ഒരു കഥയായിരിക്കാം, എന്നാൽ ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ക്ഷമിക്കുമെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പാപം ചെയ്യരുതെന്ന് തിരുവചനം നമ്മോട് പറയുമ്പോൾ, ഒരു പാപം ചെയ്ത് അത് ഏറ്റുപറഞ്ഞ് അനുതപിച്ചില്ലെങ്കിൽ വീണ്ടും അടുത്ത പാപം ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാഠിന്യം നമ്മുടെ ഹൃദയത്തിന് കൂടും. പിന്നീട് പലത് ചെയ്തു കഴിയുമ്പോൾ അത് പാപമാണെന്ന് പോലും അറിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ആത്മാവ് കടന്നു വരും. അങ്ങനെ നരകത്തിന്റെ തീയിലേക്ക് ഈ ഭൂമിയിൽ തന്നെ നാം പതിക്കുന്ന ഒരവസ്ഥ. 19-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പാടുന്നുണ്ട്, അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ, അവയിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അറിയാതെ ചെയ്യുന്ന തെറ്റുകളുണ്ട്, ബോധപൂർവം ചെയ്യുന്ന പാപങ്ങളുണ്ട്. ഇതിൽ നിന്ന്
നമ്മെ മോചിപ്പിക്കാൻ ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ധൂർത്തപുത്രനെ പോലെ പന്നിക്കുഴിയിൽ കിടന്നുകൊണ്ട് ആ പാപത്തിന്റെ കാഠിന്യത്തിൽ മുഴുകിയിരിക്കുന്ന ഒരുവന് അവന്റെ ഹൃദയത്തിൽ സുബോധമുണ്ടാക്കുവാൻ ദൈവത്തിന് സാധിക്കും. എന്നാൽ ആ ദൈവത്തെ പോലും തിരസ്കരിച്ചുകൊണ്ടാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അവൻ എപ്രകാരം അനുതാപമുണ്ടാകും? ഈശോ പറയുന്നില്ലേ, പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. എന്നാൽ പാപം ചെയ്യുമ്പോൾ അനുതാപം നൽകുന്ന ആ പരിശുദ്ധാത്മാവിനെ തന്നെ ഒരുവൻ തിരസ്കരിക്കുമ്പോൾ ആരാണ് അവന്റെ ഹൃദയത്തിൽ അനുതാപം കൊടുക്കുക? ഇപ്രകാരം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് യേശുക്രിസ്തു സകല പാപങ്ങളും ഏറ്റെടുത്തു എന്ന് വിശ്വസിച്ച് അവന്റെ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞ് നാം നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയണം. 1 യോഹന്നാൻ 2:2 പറയുന്നുണ്ട്, ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിന്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, കർത്താവായ യേശുക്രിസ്തു. വിശുദ്ധ കുമ്പസാരത്തിലൂടെ തിരുസഭ നമ്മെ ഓരോ ദിവസവും ക്ഷണിക്കുകയാണ് അനുതാപത്തിനായി. തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നവൻ സ്വർഗരാജ്യത്തിന്റെ ഒരിക്കലും അവസാനിക്കാത്ത അനുഗ്രഹത്തിന് പാത്രമാകും. നമ്മുടെ ജീവിതത്തിലുള്ള പല സാഹചര്യങ്ങളെയും നമുക്കൊന്ന് പരിശോധിക്കാം. ഓരോ ദിവസവും നാം ചെയ്യുന്ന പാപങ്ങൾ ഓർത്ത് ദൈവസന്നിധിയിൽ വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് ഏറ്റുപറഞ്ഞ് അനുതപിക്കാറുണ്ടോ? ഇന്നു മുതൽ നമുക്കത് തുടങ്ങാം. കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വരും. ഓരോ ദിവസവും പ്രാർത്ഥനയോടെ ദൈവത്തിനു മുമ്പിൽ ഏറ്റുപറയാം. അനുതാപം എന്ന കൂദാശയിലേക്ക് കടന്നു വരാം. വിശുദ്ധ കുമ്പസാരത്തിലൂടെ നാം നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയുമ്പോൾ അവിടുന്ന് കൂടുതൽ കൂടുതൽ നമ്മെ സ്നേഹിക്കും. നമ്മൾ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപാവരങ്ങൾ നമുക്ക് ലഭിക്കും. നമുക്കും ഈ ഭൂമിയെ തലകീഴ് മറിക്കാൻ സാധിക്കും. അത്രമാത്രം ഒരു വലിയ സ്നേഹം നമ്മെ പൊതിയുന്നത് കാണും. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ആഴമായ അനുതാപം നൽകിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ ഒരിക്കലും അവസാനിക്കാത്ത അനുഭവത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകണമേ. ആമേൻ.